ഫാറ്റി ലിവർ റിവേഴ്സലിൽ നമ്മൾ ഡയറ്റിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 3 ഭക്ഷണ ഐറ്റംസ്, ഫുഡ് ഐറ്റംസ് എന്തൊക്കെ നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് റിഫൈൻഡ് കാർബ് അടങ്ങിയ ഭക്ഷണങ്ങൾ. റിഫൈൻഡ് കാർബ് അടങ്ങിയ ഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ ഡെയിലി ഫുഡിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ഭക്ഷണങ്ങൾ സാധാരണയായിട്ട് നമ്മൾ വൈറ്റ് റൈസ്, നമ്മൾ വെള്ള ഇതിലുള്ള അരി, അതുപോലെ തന്നെ മൈദയും മൈദയുടെ പ്രോഡക്ട്സ്, അതുപോലെ തന്നെ ഈ ക്യാനുകളിലും അതുപോലെ പാക്കറ്റുകളും അവൈലബിൾ ആകുന്ന ജ്യൂസുകൾ, മിക്കവാറും നമ്മൾ ഫ്രൂട്ട് ജ്യൂസ് ആണെന്ന് പറഞ്ഞ് നമ്മൾ വാങ്ങി കഴിക്കാറുണ്ട്. പക്ഷെ അങ്ങനെ പാക്കറ്റുകളിലും ക്യാനുകളിലൊക്കെ ഉള്ള ജ്യൂസുകളും അതുപോലെ മറ്റ് കൂൾ ഡ്രിങ്ക്സും സോഡ ഐറ്റംസ്, ഇതിലൊക്കെ തന്നെ റിഫൈൻഡ് കാർബിന്റെ അളവ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഡെയിലി നമ്മളുടെ ഒരു ഫുഡിൽ ഈ മൈദ കൊണ്ട് പ്രോഡക്ട്സ് വളരെ ധാരാളമായിട്ട് കയറി വരുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മളുടെ ഒരു കേരള ലൈഫ് സ്റ്റൈലിൽ ഇത്തരം ഫുഡ് ധാരാളമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം നമ്മളെ വൈറ്റ് ബ്രെഡ്, പൊറോട്ട, അതുപോലെ നൂഡിൽസ്, പ്രത്യേകിച്ച് ഇൻസ്റ്റന്റ് നൂഡിൽസ്, പാസ്ത, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ തന്നെ ഈ ഒരു മൈദയുടെ ഇതിലുണ്ടാക്കുന്ന പ്രോഡക്റ്റുകളാണ്. അപ്പോൾ ഇതിലൊക്കെ റിഫൈൻഡ് കാർബിന്റെ അളവ് കൂടുതലാണ്. അപ്പൊ ഇത്തരം ഭക്ഷണങ്ങൾ ഒഴിവാക്കിയിട്ട് പകരം ഹോൾ ഗ്രെയിൻസ് കൊണ്ട് ഉണ്ടാക്കിയ ഇത്തരം സാധനങ്ങൾ, ഹോൾ ഗ്രെയിൻസ് കൊണ്ടൊക്കെ സ്നാക്സ് ഒക്കെ നമ്മൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി നമ്മൾ ചൂസ് ചെയ്യുന്ന സീരിയൽസ്, ഈ പാക്കറ്റിൽ വരുന്ന സീരിയൽസ്, നമ്മളെ മ്യൂസ്ലി, കോൺഫ്ലേക്സ് പോലത്തെ സീരിയൽസ്, ഇതിൽ നമ്മൾ വിചാരിക്കും അത് ഹെൽത്തിയാണ്, അത് പ്രോട്ടീൻ അടങ്ങിയ ഫുഡാണ് നമ്മൾ വിചാരിച്ചിട്ട് പല ആളുകളും ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ഇന്ന് റിഫൈൻഡ് കാർബിന്റെ അളവ് വളരെ കൂടുതലുള്ള ടൈപ്പ് സീരിയൽസ് ആണ്. ഇതിന്റെ നമ്മൾ ഇത്തരം സാധനങ്ങൾ നമ്മൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ അതിന്റെ പാക്കറ്റിന് പുറത്തുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് വായിച്ചിട്ട് അതിൽ റിഫൈൻഡ് കാർബിന്റെ അളവൊക്കെ നോക്കിയ ശേഷം മാത്രം നമ്മൾ അത് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ട്രാൻസ് ഫാറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ. ഇപ്പൊ നമ്മൾ ട്രാൻസ് ഫാറ്റ് അടങ്ങിയ ഭക്ഷണം നമ്മുടെ ഡയറ്റിൽ പ്രധാനമായിട്ടും വരുന്നത് പ്രത്യേകിച്ച് സ്നാക്സ് അല്ലെങ്കിൽ എണ്ണ പലഹാരങ്ങൾ പുറത്തുനിന്ന് കഴിക്കുന്ന ശീലമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഈ അത്തരം പലഹാരങ്ങളൊക്കെ അവർ പ്രത്യേകിച്ച് എണ്ണയിൽ മുക്കിപ്പൊരിക്കുന്ന പലഹാരങ്ങളാണെങ്കിൽ അത് ഉപയോഗിച്ച എണ്ണ തന്നെ പിന്നെ ഉപയോഗിച്ചാൽ മിക്കവാറും അത് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിൽ ട്രാൻസ്ഫാറ്റിന്റെ അളവ് കൂടുതലാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന മറ്റ് ജങ്ക് ഫുഡിലും അതുപോലെ ഇൻസ്റ്റന്റ് ഫുഡുകളിൽ, ബർഗറുകൾ, സാൻഡ്വിച്ചുകൾ പോലത്തെ ഫുഡുകളിൽ ഒക്കെ ട്രാൻസ്ഫാറ്റിന്റെ അളവ് വളരെ കൂടുതലാണ്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വനസ്പതി, അപ്പോൾ ഡാൽഡ പോലത്തെ പ്രോഡക്റ്റുകളിലൊക്കെ തന്നെ ട്രാൻസ്ഫാറ്റിന്റെ അളവ് കൂടുതലാണ്. അപ്പൊ ഇത്തരം പ്രോഡക്റ്റുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ലേബൽ വായിച്ച് നോക്കിയിട്ട് ട്രാൻസ്ഫാറ്റിന്റെയും അതുപോലെ റിഫൈൻഡ് ഷുഗറിന്റെ ഒക്കെ അളവ് നോക്കിയിട്ട് മാത്രം അത് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ മൂന്നാമതായിട്ട് ആൽക്കഹോള്. ഡ്രിങ്കിങ് ഹാബിറ്റ് ഉള്ള ആളുകളാണെങ്കിൽ, ഫാറ്റി ലിവർ ഡയഗ്നോസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ആൽക്കഹോൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടത് തന്നെയാണ്.